അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് വൈൻഡിങ് ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഏത് വൈൻഡിങ്ങിനാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ? നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ എപ്പോഴും സെക്കൻഡറി സൈഡിലായിരിക്കും നമ്പർ ഓഫ് വൈൻഡിങ്സ് കൂടുതൽ. അപ്പം സെക്കൻഡറി സൈഡായിരിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡ് എപ്പോഴും. അപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും വൈൻഡിങ്സ് എപ്പോഴും കൂടുതൽ. അപ്പോൾ ആൻസർ ഒന്ന് നോക്കാൻ നമുക്ക് എഴുതാം, ഹൈ വോൾട്ടേജ് വൈൻഡിങ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വൈ ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് പ്രിഫേർഡ് ടു എ കൺവേർഷണൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ? അപ്പം നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു കൺവേർഷണൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വെയർ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ലോ, ട്രാൻസ്ഫോർമേഷൻ്റെ റേഷ്യോ കുറവായിരിക്കുമോ? വെയർ ലാർജ് നമ്പർ ഓഫ് സെക്കൻഡറി ടാപ്സ് ആർ നീഡഡ്, സെക്കൻഡറി ടാപ്സ് നമ്പേഴ്സ് കൂട്ടി കൊടുക്കേണ്ടി വരുമോ? വെയർ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ദ ടു വൈൻഡിങ്സ്, നമുക്ക് രണ്ട് വൈൻഡിങ്സും ഇലക്ട്രിക്കലി ഐസൊലേറ്റ് ചെയ്യേണ്ടി വരുമോ? ബിക്കോസ് ഇറ്റ് ഈസ് മച്ച് സേഫർ ടു യൂസ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്കൊരു ഓട്ടോ ട്രാൻസ്ഫോമറിനെക്കാട്ടിൽ സേഫ് ആയിരിക്കുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. കാരണം ഇത് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും നമ്മൾ ഒറ്റ വൈൻഡിങ്ങിൽ തന്നെ കണക്ട് ചെയ്യുന്നത്. ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇതിൽ നമുക്ക് ഒരു വൈൻഡിങ്ങിൽ തന്നെ നമുക്ക് പ്രൈമറി സെക്കൻഡറി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഇതാണ്, വെയർ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ലോ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ഫ്രിക്ഷൻ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ്, ട്രാൻസ്ഫോമറിൻ്റെ ഫ്രിക്ഷൻ ലോസ് എന്തുമാത്രമായിരിക്കുന്നു? 20% ഓഫ് ടോട്ടൽ ലോസ്, 10% ഓഫ് ടോട്ടൽ ലോസ്, ഈക്വൽ ടു അയൺ ലോസ്, നിൽ. അപ്പോൾ ട്രാൻസ്ഫോമറിന് ഫ്രിക്ഷൻ ലോസ് ഉണ്ടോ? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെഷീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന് റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നുമില്ല. റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷനും ഇല്ല. അപ്പം ട്രാൻസ്ഫോമറിന് ഫ്രിക്ഷൻ നില്ലാണ്. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആസ് സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റി വി ഗെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, മീൻസ് അതിന് ഓട്ടോ ട്രാൻസ്ഫോമർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം ഓട്ടോ ട്രാൻസ്ഫോമർ ആയിരിക്കും എന്ന് ഓർത്തോണം. ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് ചെയ്യുമ്പോൾ അത് സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റി എന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് പിന്നെയും പോസിറ്റീവ് നെഗറ്റീവ് അല്ല തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് എത്തരത്തിലുള്ള ട്രാൻസ്ഫോമറാണ്? ഞാൻ പറഞ്ഞ എന്തായാലും ഓട്ടോ ട്രാൻസ്ഫോമറാന്ന് പറഞ്ഞത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം ഓട്ടോ ട്രാൻസ്ഫോമർ ആയിരിക്കും. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ട്? സ്റ്റെപ്പ് അപ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്തോണം, അഡിറ്റീവ് പൊളാരിറ്റി ആണെങ്കിൽ എപ്പോഴും സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആണെങ്കിൽ എപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും, വോൾട്ടേജ് കുറയ്ക്കുമായിരിക്കും. അപ്പം ഇത് ഇവിടുത്തെ കേസിൽ നമുക്ക് സബ്സ്ട്രാക്റ്റീവ് പൊളാരിറ്റി പറഞ്ഞിരിക്കുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ബോത്ത് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഓഫ് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ഈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിലുള്ള ടേൺസിൻ്റെ എണ്ണം മൊത്തം ടേൺസിലല്ല, പ്രൈമറി വൈൻഡിങ്ങിലുള്ള ഒരു ടേണിനും സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള ഒരു ടേണിനും ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് വെച്ചാൽ സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സെയിം ആണോ, ഡിഫറൻ്റ് ആണോ, സീറോ ആണോ, ഇൻഫിനിറ്റി ആണോ? അപ്പം ഉത്തരം സെയിം ആയിരിക്കും. കാരണം നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു വൈൻഡിങ്ങിനുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നതും അതേ ഫ്ലക്സ് തന്നെയാണ് സെക്കൻഡറിയിലെ ഒരു വൈൻഡിങ്ങിനെ കട്ട് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ടേൺസിന് എണ്ണത്തിന് വ്യത്യാസം വരുമ്പോഴാണ് അവിടെ കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജിന് വ്യത്യാസം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. At relatively light loads,
ട്രാൻസ്ഫോമർ എഫിഷ്യൻസി ഈസ് ലോ ബിക്കോസ് ഓപ്ഷൻസ് ഇതാണ്: കോപ്പർ ലോസ് ആർ സ്മോൾ, സെക്കൻഡറി ഔട്ട്പുട്ട് ഈസ് ലോ, ട്രാൻസ്ഫോമർ ലോസസ് ആർ നെഗ്ലിജിബിൾ, ഫിക്സഡ് ലോസ് ഈസ് ഹൈ ഇൻ പ്രൊപ്പോർഷണൽ ടു ദ ഔട്ട്പുട്ട്. അപ്പം നമ്മൾ റിലേറ്റീവ്ലി ലൈറ്റ് ലോഡ്സിൽ ട്രാൻസ്ഫോമർ എഫിഷ്യൻസി കുറവാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ടൈമിൽ നമ്മൾ കോപ്പർ ലോസിന് നമുക്ക് ഇൻഡിപെൻഡ് ചെയ്യേണ്ട. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫിക്സഡ് ലോസ് ഹൈ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട്, ഫിക്സഡ് ലോസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പ്രൊപ്പോർഷനാണ്. അതായത് ലോസ് ഈസ് ഹൈ ഇൻ പ്രൊപ്പോർഷണൽ ടു ഔട്ട്പുട്ട്. അപ്പോൾ അതാണ് ആൻസർ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: അയൺ ലോസ് ഇൻ ആൻ ആക്ച്വൽ ട്രാൻസ്ഫോമർ റിമെയിൻസ് പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് ബിക്കോസ്. ഓപ്ഷൻസ് ഇതാണ്: പ്രൈമറി വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, വാല്യൂ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, പെർമിറ്റിവിറ്റി ഓഫ് ട്രാൻസ്ഫോമർ ആർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, കോർ ഫ്ലക്സ് റിമെയിൻസ് പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്: കോർ ഫ്ലക്സ് റിമെയിൻസ് പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ്. എന്ന് പറയുമ്പോൾ നമ്മൾ നോ ലോഡിലും ഫുൾ ലോഡിലും അവിടുത്തെ കോർ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അയൺ ലോസ് ആക്ച്വൽ ട്രാൻസ്ഫോമറിൽ പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്, നോ ലോഡിലും ഫുൾ ലോഡിലും. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: മിനിമം വോൾട്ടേജ് റെഗുലേഷൻ ഒക്കേഴ്സ് വെൻ ദ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ് ഈസ്. മിനിമം വോൾട്ടേജ് റെഗുലേഷനിൽ ലോഡിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുന്നു? യൂണിറ്റി പവർ ഫാക്ടർ ആണോ, ലീഡിങ് ആണോ, ലാഗിങ് ആണോ, സീറോ ആണോ? മിനിമം വോൾട്ടേജ് റെഗുലേഷനിൽ നമ്മുടെ പവർ ഫാക്ടർ എപ്പോഴും ലീഡിങ് ആയിരിക്കും. ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും മിനിമം വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ്. നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്? ഓപ്ഷൻസ് ഇതാണ്: ദ ലോഡ് ഈസ് കപ്പാസിറ്റീവ് ഓൺലി, ലോഡ് കപ്പാസിറ്റീവ് മാത്രമാണെന്നാണോ? ദ ലോഡ് ഈസ് ഇൻഡക്റ്റീവ് ഓൺലി, ലോഡ് ഇൻഡക്റ്റീവ് ആണെന്നാണോ? ദ ലോഡ് ഈസ് ഇൻഡക്റ്റീവ് ഓർ റെസിസ്റ്റീവ്, ലോഡ് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് എന്നാണോ? ദ ലോഡ് ഈസ് റെസിസ്റ്റീവ് ഓൺലി. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ വരുവാണെങ്കിൽ ഒന്ന് ഓർത്തോണം, അത് കപ്പാസിറ്റീവ് ലോഡ്സിനാണ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത്. കപ്പാസിറ്റി ലോഡ്സ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ കാണിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ദ ഫോളോയിങ് സൈഡ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് വൈൽ കണ്ടക്ടിങ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം ഏത് സൈഡാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്? സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ കറണ്ട്, അത് ഹൈ കറണ്ട് ഉള്ള ഭാഗത്തായിരിക്കും നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈ കറണ്ട് കിട്ടുന്നതെന്ന് പറയുന്നത് ലോ വോൾട്ടേജ് സൈഡിലായിരിക്കും നമുക്ക് ഹൈ കറണ്ട് കിട്ടുന്നത്. നമ്മൾ ലോ വോൾട്ടേജ് സൈഡിലായിരിക്കും എന്ത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞ ഇതാണ്: ടെറിട്ടറി വൈൻഡിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ട്രാൻസ്ഫോമർ ഹാവിങ്. ടെറിട്ടറി വൈൻഡിങ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റാർ വൈൻഡിങ് ട്രാൻസ്ഫോമറിലാണോ, ഡെൽറ്റ വൈൻഡിങ് ട്രാൻസ്ഫോമറിലാണോ, ഡെൽറ്റ സ്റ്റാർ വൈൻഡിങ് ട്രാൻസ്ഫോമറിലാണോ, സ്റ്റാർ ഡെൽറ്റ വൈൻഡിങ് ട്രാൻസ്ഫോമറിലാണോ? ഈ ടെറിട്ടറി വൈൻഡിങ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർമോണിക്സ് കുറയ്ക്കാനായിട്ടുള്ള, ട്രാൻസ്ഫോമറിൽ ഹാർമോണിക്സ് കുറയ്ക്കാനുള്ള ഒരു പാത്തായിട്ടാണ് നമ്മൾ ടെറിട്ടറി വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഹാർമോണിക്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വൈൻഡിങ് എന്ന് പറയുന്നത് സ്റ്റാർ വൈൻഡിങ് ആണ്.
അപ്പോൾ നമ്മൾ അവിടെയാണ് ഈ വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ദ റിലേറ്റീവ് പൊളാരിറ്റി ഓഫ് വൈൻഡിങ് ഓഫ് എ ട്രാൻസ്ഫോമർ മേ ബി ഡിറ്റർമൈൻ ബൈ. ട്രാൻസ്ഫോമറിൻ്റെ റിലേറ്റീവ് പൊളാരിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻസ് ഇതാണ്: പൊളാരിറ്റി ടെസ്റ്റ്, ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും അല്ല, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും അല്ല, ബാക്ക് ടു ബാക്ക് ടെസ്റ്റും അല്ല. അപ്പോൾ പൊളാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് റിലേറ്റീവ് പൊളാരിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് പൊളാരിറ്റി ടെസ്റ്റ്. ആ വേർഡിൽ തന്നെ ഉണ്ട് ടെസ്റ്റ് ഉണ്ട്. അപ്പം ആൻസർ ഓപ്ഷൻ എ, പൊളാരിറ്റി ടെസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 1600 watt, ഇറ്റ്സ് കോപ്പർ ലോസ് അറ്റ് ഹാഫ് ഫുൾ ലോഡ് വുഡ് ബി. അതായത് 1600 വാട്ടുള്ളൊരു ട്രാൻസ്ഫോമർ, ഫുൾ ലോഡിലുള്ളതായിരിക്കും 1600 വാട്ട് ലോഡുള്ളൊരു ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ ലോസ് എന്ന് പറയുന്നത് നേരെ ഹാഫായി കഴിഞ്ഞാൽ, ഫുൾ ലോഡിൻ്റെ നേരെ പകുതിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ഫുൾ ലോഡിന് നേരെ പകുതിയായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഡെന്ന് പറയുന്നത് നേരെ ഫുൾ ലോഡിലുള്ളതിനെക്കാട്ടി 4/1 കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കോപ്പർ ലോസ് ഹാഫ് ആവുക മീൻസ് നേരെ ഫുൾ ലോഡിലുള്ളതിനെക്കാട്ടിൽ പകുതിയായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് 400 വാട്ട് ആണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടാൻ ബെൽ ഐക്കണും കൂടെ അമർത്തുക.